സഹോദരങ്ങളെ, ഈ CH മുസ്തഫ എന്ന് പറയുന്ന മനുഷ്യൻ യാതൊരു ഉളുപ്പുമില്ലാതെ കള്ളം പറയും എന്ന് പറയേണ്ടി വന്നതിൽ വളരെയേറെ സങ്കടമുണ്ട്. മുസ്തഫയും ഞാനുമായിട്ട് നല്ല ബന്ധമാണ്. അതുകൊണ്ടാണ് സങ്കടമുണ്ട് എന്ന് പറയുന്നത്. എന്ത് ചെയ്യാനാ? ഒരു മനുഷ്യൻ തരം താഴാമെങ്കിൽ അത് CH മുസ്തഫയെപ്പോയോളം തരം താവാം എന്ന് വന്നു ചേരാന്നുള്ളതാണ് ഇതിലെ പ്രധാന പ്രശ്നം. CH മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജ റളിയല്ലാഹു അൻഹായും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് വളരെ വാചാലനാവുന്നുണ്ട്. അതൊക്കെ നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ റളിയല്ലാഹു അൻഹായെ അവരുടെ കച്ചവടത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു. ഖദീജ റളിയല്ലാഹു അൻഹ നേതൃത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടച്ചരക്കുമായിട്ട് ഷാമിലേക്ക് പോയി. അവിടുന്ന് വലിയ ലാഭമൊക്കെ വാങ്ങി സത്യസന്ധമായിട്ട് ആ കാര്യം കൈയാളി. ഖദീജ റളിയല്ലാഹു അൻഹാക്ക് അതിൻ്റെ കണക്കൊക്കെ അവതരിപ്പിച്ചു കൊടുത്തു. യാത്രയിലുണ്ടായ അനുഭവങ്ങൾ ഖദീജയുടെ അടിമ മൈസറ, അദ്ദേഹമാണ് നബിയുടെ കൂടെ പോയിരുന്നത്, ഖദീജ റളിയല്ലാഹു അൻഹാക്ക് വിവരിച്ചു കൊടുത്തു. അതൊക്കെ കേട്ടിട്ടാണ് ഖദീജ റളിയല്ലാഹു അൻഹാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുരാഗം തോന്നുന്നത്. ഈ അനുരാഗം അല്ലെങ്കിൽ പ്രേമം എന്നൊക്കെ പറയുന്നത് അതതിൻ്റെ മോശമായിട്ടുള്ള അവസ്ഥയിലല്ല, അതിൻ്റെ വിശുദ്ധമായിട്ടുള്ള അവസ്ഥയിലാണ് പറയുന്നത്. കാരണം അനുരാഗം അല്ലെങ്കിൽ പ്രേമം എന്നത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ അതത്ര മോശമായിട്ടുള്ള സംഗതിയല്ല. അത് മനുഷ്യൻ സ്ത്രീയും പുരുഷനുമായിട്ട് ഉണ്ടാവേണ്ടുന്ന ഒരു സംഗതിയാണ്. ഖുർആൻ തന്നെ അത് എടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടുള്ള ഈ സ്നേഹം അല്ലെങ്കിൽ പ്രേമം അത് ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് അറിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. തുടർന്ന് അബൂ താലിബിനെ അറിയിച്ചു. അബൂ താലിബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് മുഹമ്മദാണ്, നബിയല്ല, കേവലം മുഹമ്മദാണ്. അവർ തമ്മിൽ കൂടിയാലോചിച്ചു. അങ്ങനെ ആ വിവാഹം നടന്നു. ആ വിവാഹത്തിന് കാർമ്മികത്വം വഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ വിവാഹ പ്രസംഗം നടത്തിയിട്ടുള്ളത് അബൂ താലിബായിരുന്നു. അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് എന്ന തൻ്റെ സഹോദരപുത്രനെ വളരെ ആദരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് ആ പ്രസംഗം നടത്തിയിട്ടുള്ളത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായതിന് ശേഷം അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജയെ വിവാഹം ചെയ്തതിന് ശേഷം ഖദീജ തൻ്റെ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമർപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സമ്പത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ചു. അതിന് കച്ചവടം നടത്താൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നബിയുടെ സ്വഭാവ മഹിമയാണ് ഖദീജയെ നബിയിലേക്ക് ആകർഷിച്ചിട്ടുള്ളതെന്നാണ് ചരിത്രം പറയുന്നത്. മാത്രമല്ല, മക്കയിൽ തന്നെ നേരത്തെ ഒരു പ്രവാചകന്റെ ആഗമനത്തെ സംബന്ധിച്ചുള്ള ചില സംസാരങ്ങൾ ചില ആളുകളുടെ ഇടയിൽ നടന്നിരുന്നു. അത് ഖദീജ റളിയല്ലാഹു അൻഹ അറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അവർക്ക് ആ കാര്യത്തിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം ചെയ്യാൻ തയ്യാറായിട്ടുള്ളതെന്നൊക്കെ ചരിത്രം പറയുന്നുണ്ട്. വിവാഹം നടന്നു. അതിനുശേഷമാണല്ലോ നബിയാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായതിന് ശേഷം ഖദീജ റളിയല്ലാഹു അൻഹ യാതൊന്നും ആലോചിക്കാതെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാദം, താൻ പ്രവാചകനാണെന്നും തനിക്ക് വഹി ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജയോട് പറഞ്ഞപ്പോൾ അവരത് അംഗീകരിക്കണത്. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വറഖത്ത് എന്ന് പറയുന്ന വേദപണ്ഡിതൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ വസ്തുത എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിച്ചറിയുകയും നബിക്ക് അതിൻ്റെ സംഗതികൾ
പഴയ വേദങ്ങളിലുള്ള അറിവ് വെച്ചുകൊണ്ട് അദ്ദേഹം മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു എന്നും ചരിത്രം പറയുന്നുണ്ട്. ഇവിടെ ഖദീജ റളിയല്ലാഹു അൻഹ നബിയെ സ്വാധീനിക്കുകയാണോ ചെയ്തത് അതോ നബി ഖദീജയെ സ്വാധീനിക്കുകയാണോ ചെയ്തിട്ടുള്ളത്? രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വസ്തുത. കാരണം ഒരു കുടുംബജീവിതത്തിൽ അങ്ങനെയാണ് ഉണ്ടാവുക. വിശേഷിച്ചും ഖദീജ മുഹമ്മദ് എന്ന ഈ ദമ്പതിമാരുടെ ജീവിതം എന്നത് ലോകത്തിന് തന്നെ എക്കാലത്തും മാതൃകയാണ്. ആ നിലക്ക് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാധീനിച്ചിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളർത്തി വലുതാക്കിയത് വടവൃക്ഷമാക്കിയത് ഖദീജയാണ് എന്നൊരു വാദമുണ്ട് മുസ്തഫയുടേതായിട്ട്. അത് അസംബന്ധമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വലുതാക്കിയിട്ടുള്ളത് നബിയായതിന് ശേഷം ആണല്ലോ നബി വളരുന്നത്. അതിൻ്റെ മുമ്പ് അദ്ദേഹം ഒരു മുഹമ്മദാണ്. മക്കയിലെ ഒരു ധനാഢ്യയുടെ വർത്തക പ്രമുഖയുടെ ഏജൻ്റായിട്ട് കച്ചവടം നടത്തുന്ന ഒരാൾ എന്നേ അറബികൾ അദ്ദേഹത്തെ പറ്റി മനസ്സിലാക്കുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയിട്ടുള്ള നേട്ടമെന്ന് പറയുന്നത് നബിയുടെ പ്രവാചകത്വം. ഈ പ്രവാചകത്വത്തിൻ്റെ കാര്യത്തിൽ ഖദീജയ്ക്ക് സ്വാധീനം ഉണ്ടായിരുന്നു. മുസ്തഫ ഇത് പറയുമ്പോൾ അങ്ങനെ ഒന്ന് ചിന്തിക്കണമല്ലോ. ഒരു മനുഷ്യൻ്റെയും സ്വാധീനത്തിന് വഴിപ്പെട്ടിട്ടല്ല അള്ളാഹു പ്രവാചകന്മാരായി നിയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുസ്തഫ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള ഇബ്രാഹിം ഹാജറ, ഇബ്രാഹിമിൽ ഹാജറ മാത്രമല്ലല്ലോ, അദ്ദേഹത്തിന് വേറൊരു ഭാര്യ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് മുസ്തഫ തന്നെ പറയുന്ന തിരുത്തപ്പെടാത്ത, മുസ്തഫയുടെ കാഴ്ചപ്പാടനുസരിച്ച് തിരുത്തപ്പെടാത്ത ബൈബിളിൽ പറയുന്നുണ്ട്. ബൈബിൾ ഉൽപ്പത്തി പുസ്തകം എടുത്ത് വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ മൂസാ നബിയുടെ ഭാര്യ മൂസാ നബിയുടെ എന്ത് സ്വാധീനമാണ് ചെലുത്തിയിട്ടുള്ളത്? അത് ചിന്തിക്കേണ്ടതാണ്. പിന്നെ ഈസാ നബിയുമായിട്ട് ബന്ധപ്പെട്ട് മഗ്ദല മറിയത്തെ പറ്റി പറയുന്നുണ്ട് മുസ്തഫ. എന്തർത്ഥത്തിലാണാവോ മഗ്ദലന മറിയത്തെ പറ്റി മുസ്തഫ ഈസാ നബിയുമായി ബന്ധപ്പെടുത്തി പറയുന്നത്? ഈസാ നബിയുടെ ഭാര്യയായിരുന്നു മഗ്ദലന മറിയം. ഈസാ നബി വിവാഹം ചെയ്തിട്ടുണ്ടോ? ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ അത് തെളിയിക്കാൻ മുസ്തഫക്ക് സാധ്യമാണോ? അപ്പോൾ തൻ്റെ തൊള്ളയിൽ വരുന്നതൊക്കെ അങ്ങനെ വിളിച്ചു പറയാം. താനൊരു വലിയ ചിന്തകനും ഒരു വലിയ പരിഷ്കർത്താവും ഒക്കെയാണെന്ന് ആളുകളെ ബോധ്യപ്പെടുത്തണം. അതിനെന്തൊക്കെയോ വിളിച്ചു പറയാമെന്നുള്ളതാണ് ഇവിടെ മുസ്തഫ ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നിട്ടാണ് പിന്നെ അദ്ദേഹം ഖദീജയിലേക്ക് വരുന്നത്. ഖദീജയെ സംബന്ധിച്ചാണ് സൂറത്തു ളുഹ ഇറങ്ങിയിട്ടുള്ളത് എന്നുകൂടി പറയുന്നുണ്ട് മുസ്തഫ. യഥാർത്ഥത്തിൽ സൂചനകളൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ ശരിയാണ്. എന്നല്ലാതെ ഖദീജയെ സംബന്ധിച്ച് അല്ല സൂറത്തു ളുഹ ഇറങ്ങിയിട്ടുള്ളത്. അതിൻ്റെ അവതരണ പശ്ചാത്തലം പോലും വേറെയാണ്. ഖദീജയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടുള്ള ആ ഹൃദയബന്ധം അത് എത്രത്തോളം ഉണ്ടായിരുന്നുള്ളത് ഹദീസിലും ചരിത്രത്തിലും ഒക്കെ രേഖപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. നബിയുടെ ഭാര്യയായിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹയൊക്കെ പറയുന്നുണ്ട്, മാഗിർത്തു അലാ അഹദിൻ മാഗിർത്തു അലാ ഖദീജ. ഖദീജയോട് എനിക്കുണ്ടായിരുന്ന രോഷം അതിന് സമാനമായിട്ട് അതുപോലെ നബിയുടെ ഭാര്യമാരിൽ ആരോടും എനിക്ക് രോഷം ഉണ്ടായിരുന്നില്ല. അതിന് കാരണം എന്താണ്? കാന യുക്സിറു ദിക്റഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൂടുതലായിട്ട് ഖദീജയെ ഓർക്കാറുണ്ട്, അനുസ്മരിക്കാറുണ്ട്. അപ്പോൾ ഒരിക്കൽ ഞാൻ നബിയോട് പറയണ്ടേ ചെയ്തു, ലോകത്ത് വേറെ ആരും ഒരു പെണ്ണുമില്ലാത്ത മാതിരി ഉണ്ടല്ലോ, അങ്ങ് ഖദീജയെ അനുസ്മരിക്കണേ കേട്ടാലേന്ന്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞിട്ടുള്ളത്, എൻ്റെ മക്കളൊക്കെ ഖദീജയിൽ നിന്നുള്ളവരാണ്. ഖദീജയുടെ സമ്പത്താണ് എനിക്ക് പ്രയോജനപ്പെട്ടത്. എല്ലാവരും എന്നെ തള്ളിപ്പറഞ്ഞപ്പോൾ ഖദീജയാണ് എന്നെ സത്യപ്പെടുത്തിയത് എന്നൊക്കെ പറഞ്ഞ് ഖദീജയുടെ ഗുണഗണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എണ്ണി പറഞ്ഞു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അപ്പോൾ ഈ ബന്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജയുമായുണ്ടായിരുന്നു. ഖദീജയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളവറ്റ് സ്നേഹിച്ചിരുന്നു എന്നൊക്കെ ശരിയാണ്. പക്ഷേ നബിയെ വലുതാക്കിയിട്ടുള്ളത് ഖദീജയാണ് എന്ന് പറയുന്നത് അസംബന്ധമാണ്. പിന്നെ ഷൈബ ബി താലിബിലെ പട്ടിണി, ഒരു ഭാര്യയും ഭർത്താവും എന്നുള്ള നിലക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നൊരു സംഗതിയാണത്. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂൽ എന്ന അർത്ഥത്തിൽ റസൂലിൽ വിശ്വസിച്ച ഒരു മുഅ്മിനത്തായിട്ടുള്ള നബിയുടെ ഒരു ശിഷ്യ എന്ന അർത്ഥം കൂടി ഖദീജ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ
ഖദീജ റളിയല്ലാഹു അൻഹ മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന മക്കയിലുണ്ടായിരുന്ന മുസ്ലിങ്ങളെല്ലാവരും, മുസ്ലിങ്ങൾ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ബനു ഹാഷിം ബനുൽ മുത്തലിബ് കുടുംബത്തിലെ അമുസ്ലിങ്ങൾ പോലും ഈ ഉപരോധത്തിൽ ഉൾക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. കാരണം അവിടെ ഉണ്ടായിരുന്ന നബിയുടെ ശത്രുക്കൾ, അബൂജഹലിനെ പോലുള്ള ശത്രുക്കൾ അവരിലെ മുസ്ലിങ്ങളെ മാത്രമല്ല ഉപരോധിച്ചിട്ടുള്ളത്, നബിയെ സഹായിച്ചു കളയുന്നു, അല്ലെ നബിയെ എതിർക്കില്ല, മുഹമ്മദിനെ എതിർക്കില്ല എന്നുള്ള അർത്ഥത്തിൽ അവർ ബനു ഹാഷിം ബനു മുത്തലിബ് കുടുംബത്തിലെ അമുസ്ലിങ്ങളെ പോലും ബഹിഷ്കരിച്ചിരുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അതിൽ ഇവരൊക്കെ ഭാഗവാക്കുകളാണ്. അതൊക്കെ സംഗതി ശരിയാ ചരിത്രത്തിൽ പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾക്ക് മനസ്സിലാവാത്തൊരു സംഗതി ഉണ്ട്. ഈ മുസ്തഫ പലപ്പോഴും പറയുന്ന സംഗതിയാണ്, ഇന്ന് ഇസ്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, ഖുർആൻ പഠിപ്പിച്ച ഇസ്ലാം ഇന്ന് ലോകത്ത് നിലവിലില്ല. ലോകത്ത് നിന്നുള്ള ചരിത്രം, അതുപോലെ തന്നെ ഹദീസുകൾ, ഇതൊക്കെ മുആവിയൻ്റെ ആളുകൾ കെട്ടിണ്ടാക്കിയതാണ്. ഇമാം ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, തിർമിദി, ഇബ്നു മാജ, നസായി തുടങ്ങിയുള്ള മുഹദ്ദിസുകളൊക്കെ തന്നെയും മുആവിയക്ക് വേണ്ടി അല്ലെങ്കിൽ ബനു ഉമയ്യക്ക് വേണ്ടി ഒക്കെ ഗൂഢാലോചന നടത്തിയിട്ട് എഴുതിയുണ്ടാക്കിയതാണ് ഹദീസുകൾ എന്നാണ്. ഈ ഹദീസുകളാണ് യഥാർത്ഥത്തിൽ ഇവിടെ മുസ്തഫ തൻ്റെ ഇത്തരം വാദഗതികൾക്ക് തെളിവായി ധരിക്കുന്നത്. നല്ലത് തന്നെയാണ്. കാരണം താൻ എന്താണ് പറയുന്നത് എന്നതും താൻ പറയുന്നതിൽ തനിക്ക് തന്നെ വിശ്വാസമില്ല എന്നുള്ളതും മുസ്തഫ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു നല്ല സംഗതിയാണ്. കാരണം മുസ്തഫയുടെ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ഈ രംഗത്ത് മുസ്തഫ കൈക്കൊള്ളുന്ന അസത്യജടിലമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനങ്ങളും ഒക്കെ ശ്രോതാക്കൾക്ക് മനസ്സിലാക്കാൻ ഏറ്റവും ഉപകാരപ്പെടുന്നത്. പിന്നെ അദ്ദേഹം പറയുന്ന പച്ചക്കള്ളം എന്താണ്, അത് മറ്റൊരു സംഗതിയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ നമ്മൾക്ക് അതിനെ സംബന്ധിച്ച് പറയാം എന്നാണ് വിചാരിക്കുന്നത്.